ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ തന്നെയാണ് കേട്ടോ. തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ നിന്ന് വെറും ഒരു 3-3.5 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. 4,600 സെൻറ്റ് സ്ഥലത്ത് 1,850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. വർക്കുകൾ 95% കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉള്ളിലത്തെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തൊക്കെ ടാറിങ് നടത്തി തരും കേട്ടോ. നമ്മൾ ഈ വില്ലയിൽ അളവിൽ കണക്കിലുള്ളതാണ് എല്ലാ ഭാഗത്തുനിന്നും. അതായത് ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു വഴി തന്നെയാണ്. ഈ 5-5.5 മീറ്ററോളം വീതിയിലുള്ള ടാറിങ്ങിനോട് ഫുള്ളായിട്ട് നമുക്ക് ടാർ ചെയ്ത് തരും. ഇപ്പോൾ മഴ കാരണമാണ് ആ ടാറിങ് നടക്കാത്തതെന്ന് പറയാം. ബസ് റൂട്ടിൽ ഒരു 100 മീറ്ററുള്ളൂ, അത്ര അടുത്താണ് വീട്. അത് വലിയൊരു സ്ലൈഡിങ് ആയിട്ടാണ് ഇവിടെ കൊടുത്തത് കേട്ടോ. നമുക്ക് കാണാം. അതുപോലെ വലിയൊരു ഇന്നോവ ഉള്ള വാഹനമൊക്കെ നമുക്ക് വീടിൻ്റെ ഈ ഭാഗത്തായിട്ട് കയറ്റി നിർത്താം. ഈ കാണുന്ന ഭാഗത്തൊക്കെ ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരും. അപ്പോൾ നേരം നമുക്ക് 1-2 ചെറിയ കാറുകളും കയറ്റി നിർത്താം. വെള്ളത്തിൻ്റെ ഇവിടെ ഓപ്പൺ കിണറാണ്. അപ്പോൾ എത്ര വലിയ വേനൽക്കാലം വന്നാലും വെള്ളം വറ്റൂല്ല. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്തൊരു ഏരിയ, ധാരാളം വെള്ളം കിട്ടുന്നൊരു ഏരിയ എന്ന് പറയാം. അതുപോലെ ബസ് റൂട്ടിൽ ഒരു 100 മീറ്റർ, അതുപോലെ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അത്ര അടുത്താണ്. ഗ്രാനൈറ്റാണ് ഇവിടെ ഓപ്പൺ സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തേക്കൂടിലാണ് ഡബിൾ പാളി ഡോർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ പോളിഷ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഉള്ളിലത്തെ വർക്കൊക്കെ ഒരു ദിവസം സെറ്റാണ് കേട്ടോ. എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം. കയറി വന്ന് ലിവിങ് ഹാളാണ്. വലിയൊരു ലിവിങ് ഹാൾ തന്നെ കൊടുത്താണ് കേട്ടോ. ഒരു കോർണർ സെറ്റ് കയറാവുന്ന വിധത്തിൽ. അതുപോലെ മുകളിൽ ഫോൾ സീലിംഗ് ഫുൾ ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. BLDC ഫാനൊക്കെ വെച്ചിട്ട് പ്രൊഫൈൽ വർക്കും ഉണ്ട് മുകളിൽ. അതുപോലെ LED ഒക്കെ വെച്ചിട്ട്, അതുപോലെ മൾട്ടിവുഡിൽ അടിപൊളി ഒരു TV ഉണ്ട് കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഹാളിൽ നമുക്ക് കാണാം. ഫുൾ ലെങ്ത്തിൽ തന്നെ ഒരു അടിപൊളി TV ഉണ്ട്. അതുപോലെ കണ്ട ഒരു LED ബൾബൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു ആർച്ചും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതേ മാച്ചിൻ്റെ എല്ലാം ഇവിടെയും കൊടുത്തത്. അതായത് വീതി കൂടിയിട്ടായിട്ട് തന്നെ. അപ്പോൾ ഒരു കുട്ടിയാടെ കൂടെ സെറ്റ് ചെയ്തിട്ട് കേട്ടോ. 6 ചെയർ ഇട്ടാലും 6 ചെയറിന് ഡൈനിങ്ങിൻ്റെ ഇട്ടാലും നമുക്ക് അവിടെ ഇരിക്കാനുള്ള സ്പേസ് എന്ന് പറയാം. ഏറ്റവും ചെന്ന് മുട്ട ഭാഗത്ത് ഡൈനിങ് ഹാളും അതുപോലെ ഫുള്ളായിട്ട് തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കും അതുപോലെ പ്രൊഫൈൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെയും BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കോട്ടിയാട് ചെയ്തിട്ടുള്ളത്. അത് ഗ്രാനൈറ്റാണ് ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിന് ആദ്യത്തെ ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇതേ മാച്ചിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. 12 സൈസ് ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ. അതുപോലെ മൾട്ടിവുഡിലുള്ള കാണാം. നമുക്ക് കണ്ട വാർഡ്രോബ്സ് കാണാം. വുഡ് ഡിസൈനായിട്ട് വൈറ്റ് കോമ്പിനേഷനിലേ. അതിൽ മുകളിലും അതേമാതിരി നല്ല രീതിയിലാണ് ഹോൾ സീലിംഗ് വർക്ക് BLDC ഫാനോട് കൂടി കൊടുത്തിട്ടുള്ളത്. ഡ്രസ് യൂണിറ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. മിററൊക്കെ ആയിട്ട് കണ്ടില്ലേ. തൊട്ട് ചേർന്നിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. വീതി കൂടിയ ടൈൽ തന്നെയാണ് കേട്ടോ അവിടെ അപ്പോക്സ് കൂടി കൊടുത്തിട്ടുള്ളത്. ചുമരില്ലേ ഹീറ്ററിനുള്ള പോയിന്റ് ഒക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. വാഷപ്പിലോട് കൂടി അറ്റാച്ച്ഡ് ആണ്. നല്ലൊരു അടിപൊളി വീടാണെന്ന് പറയാം. പുതിയ മോഡൽ, പുതിയ മെത്തേഡ്, പുതിയ ട്രെൻഡ് ഉള്ള രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഈ സൈഡിലാണ് വാഷേരി സെറ്റ് ചെയ്തിരുന്നത്, സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട്. അതുപോലെ രണ്ടാമത്തെ ബെഡ്റൂം അത് ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അതേ മാച്ചിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീതി ടൈല് അപ്പോക്സിയുടെ വർക്കൊക്കെ മാത്രമാണ് ബാക്കി വരുന്നത്. പെയിൻറ്റ് വർക്കൊക്കെ ഉള്ളിലത്തെ ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇവിടെയും നമുക്ക് കാണാം ഹോൾ സീലിംഗ് വർക്ക് BLDC ഫാനൊക്കെ ചെയ്തിട്ട്. ഇതുണ്ട് വുഡ് ഡിസൈനിൽ വേറൊരു മെത്തേഡിലാണ് ഇവിടെ ചെയ്തിട്ട് ബാത്റൂംസ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. തൊട്ട് ചേർന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ ടൈലാട്ടാ. വീതി കൂടി ടൈലാണ് ഇവിടെ കൊടുത്തിട്ട്. വാൾട്ടയിൽ ഇവിടെ കൊടുത്തിട്ടില്ലേ, വാൾട്ടയിലായിട്ട് വാഷപ്പിലോട് കൂടിയ അറ്റാച്ച്ഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കിച്ചൺ കാണാം. ഈ കൊട്ടിയാനോട് ചേർത്തിട്ടുള്ള അതേ മാച്ചിങ് ആണ് ഇവിടെ പാനലിങ് പോലെ കൊടുത്തിട്ട്. ഫുള്ള് ഹാങ്ങിങ് ബൾബൊക്കെ ചെയ്തിട്ട് ഒരു ഓപ്പൺ കിച്ചണാണിത്. നല്ല വെറൈറ്റി ഉണ്ടെന്ന് പറയാം. വീഡിയോസിൽ കാണുന്നേക്കാളും ഉപരി നല്ല അടിപൊളി വീടാണെന്ന് പറയാം. 1-2 കാറൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കയറ്റി നിർത്താൻ സ്പേസും ഉണ്ട്. നല്ലൊരു വീടാണെന്ന് പറയാം. ചുമരിലൊക്കെ ഫുള്ള് വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെയും വാൾട്ടോപ്പ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ മാച്ചിന് കണ്ട മുകൾ വശത്ത് പാനലിങ് കൊടുത്തിട്ടുണ്ട് ഫുൾ സൈഡിൽ. അതിൽ കിച്ചൺ ബോട്ടിലൊക്കെ ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. താഴെയും ചെയ്തിട്ടുണ്ട്. അടിയിൽ സ്ട്രിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പുതിയ മെത്തേഡാണെന്ന് പറയാം. നല്ല രസമായിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ ഇതേപോലെ ചിമ്മിനി ഇവിടെ ഓൾറെഡി സെറ്റാണ്. ഇവിടെയും BLDC ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടൊരു കിച്ചൺ ചെയ്താണ്. വൈറ്റ് ഇതിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട് ധാരാളം കബോർഡുകൾ. ഇനി നമ്മൾ കിച്ചണിൽ നിന്നാണ് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നൊരു ഭാഗം. ഇവിടെയും സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ കണ്ട ധാരാളം കബോർഡ് വർക്ക് താഴെ മുകളിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ ടൈലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സേഫ്റ്റി ഡോറും സേഫ്റ്റി ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകം സൈഡിലും ബാക്കിലും എല്ലാം കട്ട വിരിച്ചിട്ടുണ്ട്. ഇനി ചുമലേക്ക് ചെളി തെറിക്കുക, തുരപ്പം കുത്തുക, മറ്റു തെറിച്ചാൽ കുത്തുക, അതൊന്നും ഉണ്ടാവില്ല. ഫുള്ള് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. കട്ടേ 4 സൈഡിലും. ബാക്ക് സൈഡിലെ വീടുള്ള വ്യൂസാണിത്. 4,600 സെൻറ്റ് സ്ഥലത്ത് 1,850 സ്ക്വയർ ഫീറ്റിൽ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വാസ്തുവിധി പ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിരുന്നത്.
ഇതിന് ഉടമ ചോദിക്കുന്ന വില 4 ബെഡ്റൂമുള്ള ഈ വീടിന് 70 ലക്ഷം രൂപയാട്ടാ. വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നുള്ളൂ. മുകൾ വശത്തെ ഹാളത്, താഴത്തെ അതേപോലെ തന്നെ വലിയൊരു ഹാൾ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതുപോലെ മുകൾ വശത്ത് ധാരാളം ഫുൾ ലെങ്ത്തിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോൾ സീലിംഗ് വർക്കുകൾ. മുകൾ വശത്ത് സെപ്പറേറ്റ് ഒരു TV യൂണിറ്റും ഉണ്ട് കേട്ടോ. ഹാങ്ങിങ് ബൾബൊക്കെ കയറി വരുന്ന ഭാഗം അത്. ഈ ഒരു സൈഡിലായിട്ട് ഒതുക്കിയിട്ട് 3ാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആർച്ചൊക്കെ ചെയ്തിട്ട് 3ാമത്തെ ബെഡ്റൂം. ഇവിടെയും കളറൊക്കെ അതേ മാച്ചിൽ തന്നെ കൊടുത്താണ്. വലിയ ബെഡ്റൂമാണെന്ന് പറയാം. 4 ബെഡ്റൂം 1850 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഒരു വെറൈറ്റി കളറാണ് ഹോൾസെയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അല്ല, നല്ലൊരു വെറൈറ്റി കളർ LED ബൾബൊക്കെ വെച്ചിട്ട്. അതുപോലെ വ്യത്യസ്തമായ വാൾഡ്രോപ്സാണ് ഇവിടെ കൊടുത്തത്. ഡിസൈനേ ഈ ഒരു സൈഡിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. 4 ബാത്റൂമിലും വ്യത്യസ്തമായിട്ടുള്ള ടൈലുകൾ തന്നെയാണ്. അതും വീതി കൂടി അപ്പോക്സിൽ കൂടിയൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 9.5 കിലോമീറ്റർ ഉള്ളൂ. അതുപോലെ മണ്ണുത്തി ആ സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്ററിൽ നിന്ന് ഒരു 3-3.25 കിലോമീറ്റർ. ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ അത്ര എടുത്താൽ. ഇത് 4ാമത്തെ ബെഡ്റൂം. 4 ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണെന്ന് പറയാം. നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂം തന്നെയാണ്. അതുപോലെ വാൾഡ്രോപ്സ് കണ്ട വ്യത്യസ്തമായ രീതിയിലാണ് കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുള്ള. അതിൻ്റെ കളറുകളും അതിൻ്റെ ഡിസൈനൊക്കെ ഇതിവിടെ അതെ ഫുൾ ലെങ്ത്തിൽ ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. BLDC ഫാനൊക്കെ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. കിച്ചണിലടക്കം ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലായാലും ഡ്രസ് യൂണിറ്റ് സൈഡിൽ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല തരം കമ്പനിയുടെ മെറ്റീരിയലാണ് കേട്ടോ. എല്ലാ ബാത്റൂമിലും ഫിറ്റിങ്സിലൊക്കെ ഉപയോഗിച്ചില്ല. അതായത് 10 കൊല്ലത്തോളൊക്കെ ഗ്യാരണ്ടിയുള്ള ഫിറ്റിങ്സ് എന്ന് പറയാം. അതിനുള്ള പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഇവരിൽ ഓൾറെഡി ഉണ്ട്. 4,600 സെൻറ്റ് സ്ഥലത്ത് 1,850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിന് കൂട്ടുമ്പോൾ ചോദിക്കുന്ന വില 70 ആട്ടാ. റേറ്റ് നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാം. ഓപ്പൺ മുകളിലത്തെ ഓപ്പൺ സിറ്റ് ഔട്ട് കേട്ടോ. ബാൽക്കണിയാണത്. 4-5 പേർക്ക് ഈ സൈഡ് ഇരിക്കാമെന്നുള്ള സ്പേസിലെന്ന് പറയാം. ധാരാളം പുതിയ വീടുകൾ ഒക്കെ 1,800 1,850 വർക്ക് നടക്കുന്ന വീടുകളുണ്ട് ഇവിടെ. കുറേ വീടുകൾ ബാക്ക് സൈഡിലുള്ള വീടുകളൊക്കെ കുറേ ആളുകൾ താമസിക്കുന്ന ആളുകളുള്ള ഏരിയയും കൂടിയാണ്. 30ഓളം വീടാണ് ഈ വില്ലയിൽ വരുന്നത്. ഇതാണ് ബാക്ക് സൈഡിൽ ഓപ്പൺ ടെറസാണ്. ഓപ്പൺ ടെറസിൽ പ്രത്യേകം വെച്ചിട്ട് നമ്മൾ ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. കേട്ടോ, ഫുള്ളായിട്ടും ടൈൽ വിരിച്ചിട്ടുണ്ട്. അതുപോലെ മുകൾ വശത്ത് ഫുള്ള് ഈ സൈഡ് അറ്റം വരെ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഓൾറെഡി വർക്ക് ഏരിയ ഫുള്ള് ഇത് ചെയ്തിട്ടുണ്ട്. ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അടിയിൽ മറ്റേ ടൈലും വിരിച്ചിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് സ്റ്റയറും കൊടുത്തിട്ടുണ്ട് ഒതുക്കിയിട്ട്. ഏറ്റവും ടോപ്പിലേക്ക് കണ്ട അതിനവിടെ ഡോറും ഉണ്ട് കേട്ടോ. വെള്ളം ഒന്ന് അടിയിലേക്ക് ഇറങ്ങാത്ത വിധത്തിൽ. ബാക്ക് സൈഡിലത്തെ വീടുള്ള വ്യൂസാണ്. ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്ന വീടുകളാണ്. ഇത് ബാക്ക് സൈഡിലെ ഒക്കെ നല്ല ജോലിക്കാർ താമസിക്കുന്ന നല്ലൊരു ഏരിയ എന്ന് പറയാം. റെസിഡൻഷ്യൽ ഏരിയ. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ് കേട്ടോ. അതുപോലെ വീടിനെക്കുറിച്ചോ വീടുകൾ കാണാൻ വരുന്നതിനോ മറ്റു 30 തൊട്ട് 2 കോടി രൂപ വരെ വിലയുള്ള വീടുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അതിനുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ കാണാവുന്നതുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.